നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കറുമുറ കഴിക്കാൻ പറ്റിയ ചക്ക ചിപ്സ് ഉണ്ടാക്കി നോക്കാം. അതിന് ആവശ്യമായിട്ടുള്ള ചക്കച്ചുളകളൊക്കെ നന്നായി വൃത്തിയായി ചെറുതായി അരിഞ്ഞെടുക്കാം. പൊന്നും മോനൊക്കെയാണ് കേട്ടോ അത് അരിഞ്ഞെടുക്കാൻ സഹായിച്ചത്. ആ സമയം കൊണ്ട് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം സമയം വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച എണ്ണയിൽ കിടന്ന് അത് നന്നായി ഒന്ന് വറവായി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ എണ്ണയിൽ നിന്ന് തിരിച്ചും മറിച്ചിടുമ്പോൾ ഒരു കിരികിരി എന്നുള്ള ആ ഒരു സൗണ്ട് വരുന്നവരെ നമ്മൾ ചക്ക തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നല്ല ഫ്ലെയിമിൽ തന്നെ ചക്ക വറുത്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ കിടന്നിട്ട് ചക്ക വെന്തുടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഒരല്പം ഉപ്പ് കലക്കി ആ വെള്ളം നമുക്കൊന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചക്കയൊക്കെ നന്നായി വറവായി വന്നിട്ടുണ്ട്. ഇങ്ങനെ കോരിയിട്ട് നമ്മൾ കയ്യിലിട്ട് അങ്ങനെ കിലുക്കുമ്പം കിലുകില് എന്നുള്ള ആ ഒരു പാകം, അതാണ് അതിൻ്റെ ചക്ക വറുത്തതിൻ്റെ പാകം. നമ്മുടെ ചക്ക വറവ് റെഡി ആയിട്ടുണ്ട്. അധികം കരിഞ്ഞു പോകാതെ ഈ ഒരു പരുവത്തിലെടുക്കുകയാണെങ്കിൽ നമുക്ക് കറുമുറുവായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള കരിയൊന്നും ചെയ്യാത്ത ചക്ക ചിപ്സ് റെഡി ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നാക്കിയ ചക്ക മുഴുവനും ഇതുപോലെ വറുത്ത് കോരിയെടുത്ത് എയർ കിടക്കാത്തൊരു ഡബ്ബയിലിട്ട് നമുക്ക് അടച്ച് സൂക്ഷിച്ച് വെക്കാം. ആവശ്യത്തിന് നമുക്കപ്പം എടുക്കുകയും ചെയ്യാം. അതിൻ്റെ ബാക്കി ഞങ്ങൾ കുറച്ച് വൈകുന്നേരത്തേക്ക് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് അത്